പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. സ്വലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികരണം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാമനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ.
അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാകർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാമവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവന സർവേശ, പരിപാവന ബലവാനേ, പരിപാവന ആമത്യേ, നിൻ കൃപ ഞങ്ങൾക്ക് ഏകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരി, എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വചനങ്ങൾ ഗുരു ആസ്വദിച്ചാലും അനുഗ്രഹിക്കട്ടെ. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവമേ, തിരുവചനങ്ങൾ
സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ തിരുവചനങ്ങൾ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസം 1-ാം തീയതിയായ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായി പ്രതിഷ്ഠിതമായി നാം നമ്മുടെ കുട്ടിക്കാലം മുതൽ ആചരിക്കുന്ന ഈ അനുഗ്രഹീത മാസത്തിൻ്റെ ആദ്യ ദിനത്തിൽ ഈ ബലി അർപ്പിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ കടന്നു വരുന്ന വിവിധങ്ങളായ ചിന്തകളിൽ ഏറ്റവും പ്രധാനമായിട്ടൊന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകിയ സമയത്ത് ഉണ്ടായ അനുഭവം 1992 അച്ഛൻ ലൂർദ് സന്ദർശിച്ചപ്പോൾ ഉണ്ടായ ഒരനുഭവത്തിൻ്റെ ബാക്കിപത്രമാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്ന ഇടമാണ് ലൂർദ്. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് അത്ഭുതങ്ങൾ നടക്കുന്ന സമയം, അതേക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് അച്ഛൻ ആശീർവാദം നൽകിയ സമയത്തുണ്ടായത്. അവിടെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകുമ്പോഴാണ്. രോഗികളെ കട്ടിലൊക്കെ ആളുകൾ കൊണ്ടുവന്ന് അവിടെ കിടത്തും. ജപമാല പ്രദക്ഷിണമൊക്കെ ഉണ്ട്. വളരെ മനോഹരമാണത്. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ആളുകളുടെ നടുക്കിലേക്ക് പോയി അങ്ങനെ വൈദികം നൽകുമ്പോൾ ഏറ്റവും കൂടുതൽ സൗഖ്യങ്ങൾ നടക്കും. ഈ കാര്യം അച്ഛനെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചത് ഈ കാലഘട്ടത്തിലെ അനുഭവങ്ങളോടൊക്കെ ബന്ധപ്പെട്ടാണ്. അച്ഛൻ്റെ ഫോണിൽ ഇന്ന് വന്ന ഒരു വാട്സപ്പ് സന്ദേശം
ഒരു ചിത്രമാണ്. ആ ചിത്രം ഇപ്പോൾ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ഒരു രോഗിയുടെ ചിത്രമാണ്. നിങ്ങൾക്ക് കാണാനായിട്ടൊന്നും സാധിക്കില്ലെങ്കിലും ഓക്സിജനൊക്കെ വെച്ച് അങ്ങനെ ഒരു വിധത്തിൽ മരണത്തെ മുഖാമുഖം കാണുന്ന രീതിയിൽ കിടക്കുന്ന ചിത്രം ഈ രോഗി തന്നെ ഈ അവസ്ഥയിൽ അച്ഛനെന്ന് കുർബാനയ്ക്ക് വിട്ടു തന്നതാണെന്നുള്ളതാണ്. ആ രോഗിയുടെ ഫോണിൽ നിന്നാണ് ഈ ചിത്രം അച്ഛനിലേക്ക് എത്തിയിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഈ അവസ്ഥയിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു, നീ അച്ഛനോട് പ്രത്യേകം പറയണം, എനിക്ക് അല്പം കുറവുണ്ട് ഇപ്പോൾ എന്ന് പ്രത്യേകം പറയണമെന്ന് പറയുകയും ചെയ്തു. അച്ഛൻ ഈ കാര്യം നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ്. മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന രോഗിയോട് ബന്ധപ്പെട്ട അച്ഛൻ പറഞ്ഞു, മരിയൻ കോളേജിൽ എന്നൊരു വിശദീകരണം പറഞ്ഞു അച്ഛൻ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥാനുഭവത്തിൻ്റെ വളരെ പ്രകടമായ ഒരു മനസ്സിലാക്കൽ അനുഭവമാണ് നമുക്ക് ഇന്നച്ഛൻ വായിച്ച സുവിശേഷത്തിലുള്ളത്. ഈശോയുടെ മരണത്തിൻ്റെ നിമിഷങ്ങളിൽ ആ കുരിശിന് താഴെ ഒരു വിധത്തിൽ ഒരു വെന്റിലേറ്ററിൽ കഴിയുന്ന മനുഷ്യൻ പോലും അനുഭവിക്കുന്നതിനേക്കാളും വലിയ വേദന, വിഷമതകൾ അനുഭവിച്ചാണ് ഈശോ കുരിശിൽ കിടക്കുക. ആ കുരിശിന് താഴെ പരിശുദ്ധ അമ്മ എത്രമാത്രം ഹൃദയവികാരങ്ങളോടെ, പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ, വിതുമ്പുന്ന ഹൃദയത്തോടെ നിന്ന് അതിൽ പങ്കുചേരുന്നു എന്നുള്ള കാര്യം ഈ കൊറോണ കാലത്ത് ഏറ്റവും പ്രധാനമായി ഏതൊരു രോഗിയോടും അടുത്ത് പരിശുദ്ധ അമ്മയാണ് ഇതുപോലെ സന്നിഹിതയായിരിക്കുന്നത്. പെട്ടെന്ന് ഓർക്കുന്നത് 2010 ജൂൺ മാസം 9-ാം തീയതി രാത്രി 12 മണിക്ക് ഹൈദരാബാദിൽ നിന്ന് എറണാകുളത്തേക്കൊരു ട്രെയിൻ യാത്രയിൽ S9 എന്ന ബോഡിയിൽ 44 എന്ന നമ്പർ സീറ്റിൽ അച്ഛൻ കിടന്നുറങ്ങുന്ന സമയത്ത് കേൾക്കാനിടയായ, മനസ്സിലാക്കാനിടയായ, അനുഭവിക്കാനിടയ ഒരു വാചകം അച്ഛൻ്റെ ലാപ്ടോപ്പിൽ കുറിച്ചതാണ് ഓർക്കുക. ഹിയറിംഗ് ദ കൺസോളിംഗ് വേർഡ്സ് ഓഫ് മൈ മദർ മേരി ഐ ഗോട്ട് അപ്പ്. ഇതാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആ 12 മണി മുതൽ 7 മണിക്കൂറുകൾ അച്ഛൻ ആ പാതിരാവിലെ ആ ബർത്തിലിങ്ങനെ കുഞ്ഞിരുന്ന് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളെ കുറിച്ച് ഇന്ന് അച്ഛൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അനുഭവം പരിശുദ്ധ അമ്മ അച്ഛനോട് പറയുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. എൻ്റെ മക്കൾ വേദനയുടെ താഴ്വരയിൽ കഴിയുമ്പോൾ എനിക്ക് അവരിൽ നിന്ന് അകന്നിരിക്കാനാവില്ല. അച്ഛനെ വളരെയേറെ സ്വാധീനിച്ച അതിശക്തമായൊരു അനുഭവമാണ്. അവിടെ പെട്ടെന്ന് അച്ഛൻ ആ ഡേറ്റ്, സമയം ഉൾപ്പെടെ പറയാനില്ല. ആ കാര്യം ഞാൻ കേട്ട സമയം പോലും സ്ഥലം പോലും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വേദനയുടെ താഴ്വരയിൽ കഴിയുന്ന മനുഷ്യർക്ക് ഏറ്റവും സമീപസ്ഥയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ മറിയത്തോട് നാം പ്രാർത്ഥിക്കുമ്പോഴും മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോഴും നാം പറയാറുള്ള, നിരന്തരം പറയുന്ന പ്രാർത്ഥനയിലെ ഒരു വാചകം കൂടി അച്ഛനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സമയത്ത്. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണേ എന്ന് നാം ചൊല്ലിയ പ്രാർത്ഥന എത്ര പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും എണ്ണിയെടുക്കാൻ പറ്റുമോ? അപ്പോൾ ആ അമ്മ നമ്മുടെ മരണസമയത്ത് നമ്മോട് ഏറ്റവും സമീപസ്ഥയാണ്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന കാര്യം വളരെ പ്രസക്തമാണ്. ഓർക്കുക, ഈ അനുഭവത്തോട് ബന്ധപ്പെടുത്തി ഇന്നത്തെ ദിനത്തെയും കൂടെ അച്ഛൻ കൂട്ടിച്ചേർക്കുകയാണ്. ഇന്നലെ വൈകിട്ട് മഠത്തിൽ കുർബാനയുണ്ടായിരുന്നു. നമ്മുടെ മഠത്തിൽ 3 ജൂനിയേഴ്സ് ഉണ്ട്. ജൂനിയേഴ്സ് ഡേ എന്നാണ് അവർ അതിന് പറയുക. അത് ഇന്നാണ് ശരിക്കും.
ഇന്നിവിടെ കുർബാന രാവിലെയും വൈകിട്ടും ആയതുകൊണ്ട് അതിന് സാധിക്കാത്തതുകൊണ്ട് അവർ ഇന്നലെ വെച്ചു. അതിലും പ്രധാനമായിട്ട് നമ്മുടെ മഠത്തിലെ മദറിൻ്റെ നാമഹേതുക തിരുനാളുമാണ്. ജോയൽ തെരേസ് എന്നാണ് പേര്. അപ്പം അതുകൊണ്ട് തെരേസ്. ഇന്നലത്തെ കുർബാനയുടെ സമയത്ത് വിശ്വാസത്തോടെ, യഥാർത്ഥ വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടി എന്ന് പറഞ്ഞ അച്ഛൻ കുർബാനയുടെ ഒരു വാക്ക് പ്രാർത്ഥനയിൽ ചൊല്ലിയ സമയത്ത് വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ മധ്യസ്ഥതയുടെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള വലിയൊരു മനസ്സിലാക്കൽ ലഭിച്ചു. ആ നിമിഷം ഇപ്പോഴും അച്ഛൻ ഓർക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പരാതിയോടെ പറഞ്ഞ അച്ഛാ കൊച്ചുത്രേസ്യ പുണ്യവതിയെക്കുറിച്ച് അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പം നമ്മൾ ഇപ്പം പറയാം. ഇന്നത്തെ കുർബാനയുടെ സമയത്ത് കിട്ടിയ ഒരു കാഴ്ച അതുകൊണ്ട് വേണ്ട ഇപ്പോൾ പറയണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും കേൾക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ കുർബാനയുടെ സമയത്ത് കിട്ടിയ ഉൾക്കാഴ്ച ഇപ്പോഴും അച്ഛൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് ഈ ഇപ്പോൾ പറഞ്ഞ ഈ സുവിശേഷത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മരണാസന്നനായി കിടക്കുമ്പോൾ തൂക്കിക്കൊല്ലപ്പെടാൻ പോകുന്ന അവസ്ഥ നമുക്കറിയാം. ആ മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കൊച്ചുത്രേസ്യ പ്രാർത്ഥിച്ചു. 9 വയസ്സുള്ള കൊച്ചുകുട്ടിയാണ് അവൾ, സന്യാസിനിയൊന്നുമല്ല. അവളെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ച രഹസ്യത്തെക്കുറിച്ചാണ് ഇന്നലെ കുർബാനയുടെ സമയത്ത് വിശ്വാസത്തോടും എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴും മനസ്സിൽ വന്നത്. ആ സമയത്ത് അച്ഛനെ ഓർമ്മിപ്പിച്ചത് 1 കൊരിന്തോസ് 12:3 പ്രകാരമാണ് മകനെ കൊച്ചുത്രേസ്യ ആ രീതിയിൽ പ്രാർത്ഥിച്ചത്. എന്താണ്? യേശുവിനെ കർത്താവേ എന്ന് വിളിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ ഈ പ്രേക്ഷിത ചൈതന്യം, പ്രാർത്ഥനാ ചൈതന്യം, ഭാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയ ഒരു സന്നദ്ധത അവരിൽ ഉണർത്തിയത് ഞാനാണ്. എന്നിലെ ആത്മാവ് അവൾക്ക് നൽകപ്പെട്ടത് കൊണ്ടാണ് എന്ന് കർത്താവ് അച്ഛനോട് ഇങ്ങനെ അടുത്തു നിന്ന് പറഞ്ഞു തരുന്നത് പോലത്തെ ഒരനുഭവമായിരുന്നു അത്. അതെ, മരണത്തിൻ്റെ താഴ്വരയിൽ കഴിയുന്ന ആ മനുഷ്യന് ഒരു ഭാവി അവൻ്റെ മാനസാന്തരത്തിന് അവളുടെ പ്രാർത്ഥന സഹായകമായി എന്ന കാര്യം അവൾ അറിയുമ്പോൾ അവൾ അനുഭവിച്ച ആനന്ദം വളരെ വലുതാണ്. ഇന്നത്തെ ഈ ബലിയിൽ നാം 2020 കൊന്ത നമസ്കാരം നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായി മാറുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ പള്ളിയും എല്ലാ പള്ളികളും നിറഞ്ഞ ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതിന് പറ്റാത്ത അവസ്ഥ. എന്നാൽ എല്ലാവരുടെയും ഉള്ളിൽ, പ്രത്യേകിച്ച് ദേവാലയത്തിൽ വരാനായിട്ട് ഏറ്റവും പറ്റാത്ത പ്രായമുള്ളവർ, ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമയങ്ങളാണ്. അവരെയൊക്കെ നമുക്ക് പ്രത്യേകമായി ഓർത്ത് തമ്പുരാൻ മുമ്പിൽ സമർപ്പിക്കാം. വളരെ പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് വളരെയേറെ വിഷമിക്കുന്നവർ, ഏതെങ്കിലും നിമിഷം ഞങ്ങൾക്ക് വല്ല കൊറോണ രോഗവും വന്നു പോകുമാവോ എന്ന പേടിയിൽ, ഭയത്തിൽ കഴിയുന്നവർ, അവരുടെ മക്കളൊക്കെ പുറത്തുപോയി വരുമ്പോഴും അയ്യോ ഞങ്ങളുടെ അപ്പന് അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മാമ്മയ്ക്ക് അപ്പാപ്പന് എന്തെങ്കിലും രോഗാവസ്ഥ വരുമോ എന്നുള്ള വല്ലാത്ത ഭയവും ഉത്കണ്ഠയൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ആ ഉത്കണ്ഠകളിൽ കൂടി പങ്കുചേർന്നുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യാനുഭവം, കുരിശിന് ചുവട്ടിൽ സന്നിഹിതയായ അമ്മ അവരോട് അടുത്തായിരിക്കാൻ, അവർക്ക് സംരക്ഷണ വലയം തീർക്കാൻ, അവളുടെ മധ്യസ്ഥവും പ്രാർത്ഥനയും വഴി പരിശുദ്ധ മാലാഖമാരുടെ പ്രത്യേക സാന്നിധ്യം അവർക്കൊക്കെ അനുഭവപ്പെടാനൊക്കെ ഇടയായി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി തുടരും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത വിഷയമായി ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങേ
ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയായുടെ തീക്ഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണമായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവടിഞ്ഞ് സ്നേഹത്തിലും സാക്ഷരതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകചിന്തയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് മോശം നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധപിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരുപദക്ഷനുമായ മാർ ജോസ് റഷോദായി, ഞങ്ങളുടെ പിതാക്കന്മാരായ മാർ ആന്റണി മെത്രാനെയും സഭാധ്യക്ഷന്മാരെവരെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായ മിശിഹായേ, നീ കുരിശടയാളത്തോടുകൂടെ മാനമായ ഗങ്ങളിലാകുന്നതാകുമ്പോൾ നിന്റെ വലത്തുഭാഗത്തണിഞ്ഞിരിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാം സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ, ദൈവദൂതന്മാരാൽ പരിശീലനായി കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവേ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണം. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും Say
നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യരൂഹായും സ്തുതിയെന്നും ദൈവാംബികയെ മാറിയം സേവിനെയും സാദരമൂർത്തിയിട പാവനമീ ബലിയിൽ സർവരും ഒന്നായി പാടിയിടട്ടെ. ആമേൻ ആമേൻ. മർത്തോമായേയും നിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയങ്ങൾ ചൊരിയുന്നേക്കും. നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മൂടാൻ നിത്യം ചെറുപ്പണത്ത് ഡേവിസ് മേരി കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി കൂടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ പാപിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ അജഗണമായ ജനത്തിന്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവന്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു.
കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരനെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെയും നാഥനായ തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയോടെ സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം വേണ്ടിയും നമ്മെ സമർപ്പിക്കാനായി അവിടുന്ന് സംപ്രീതനായി ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ പരികർമ്മത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരി, വിശേഷത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭർത്താവത്തോടും സ്ത്രീയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതുപോലെ നിന്ന് ഇവിടെ അഴിച്ചിക്കപ്പെടുന്നവരെ ശുശ്രൂഷിക്കുന്നു. ബൈബിൾ ജനമായ രഹസ്യങ്ങൾ പ്രദർശിക്കപ്പെടുന്നു. പുരോഹിതൻ തിരുമാദിസം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിക്കൂ. കർത്താവെ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ അധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കഴിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു.
അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വരത്തിൽ സ്തുതികൾ പാടി ഒന്നു ചേർന്നു ഘോഷിക്കാം. സ്വർഗ്ഗദൂതരൊപ്പം അണിചേരുന്ന ഹോശാന പാടി സ്തുതിക്കാം. ഉയർന്ന സ്വരത്തിൽ സ്തുതികൾ പാടി ഒന്നു ചേർന്നു ഘോഷിക്കാം. സ്വർഗ്ഗദൂതരൊപ്പം അണിചേരുന്ന ഹോശാന പാടി സ്തുതിക്കാം. പരിശുദ്ധൻ ബലവാൻ കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാൻ കർത്താവായ ദൈവം. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ കർത്താവായ ദൈവമേ, ഈശോയെ ദൈവമേ, അപ്രകാരം തന്നെ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. എന്റെ കർത്താവായ ദൈവമേ, ഈശോയെ ദൈവമേ, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു.
പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയമണ്ഡലം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മതകളുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിന്, ഈ ഇടവക മുഴുവനും വേണ്ടി, ലോകം മുഴുവനുമുള്ള എല്ലാ കൊറോണ രോഗികൾക്ക് വേണ്ടിയും അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയും, ഇന്നത്തെ കൊന്തയേറ്റു നിറഞ്ഞ കുടുംബത്തിന് വേണ്ടിയും, ബലഹീനനും പാപിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവനനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം ഭക്ഷിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധവനോട് ദയ തോന്നണമേ.
അങ്ങയുടെ കാരണമായ എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിമള സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും നാഥ വാഗ്ദാന ഘടകത്തിന്റെ കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അഹരോൻ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപവും അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന് തിരുപരിമളത്താലനെ സുഗന്ധപൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയനായ കർത്താവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകരെയും അങ്ങയുടെ കാരുണ്യം കാത്തു നിൽക്കുന്ന ഈ ജനങ്ങളെയും സുഗന്ധപൂരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കല്ലറയുടെ സാദൃശ്യമായ ഈ വിശുദ്ധ ബലിപീഠത്തെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെയും അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അന്താത്മാവുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാധന ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും കടഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവനങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ
സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കൈനപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും ദൈവത്തിന്റെ മരണം വഴി കുരിശിലെ മരിച്ചു. കുരിശാണെന്നും കുരിശിലെ നമുക്ക് അഭയം തേടാം. ക്രൈസ്തവന്റെ പ്രണവാളം സ്നേഹത്തിന്റെ പ്രധാനമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ ബലി വഴി തന്റെ ശരീരങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കർത്താവെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദവരും നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരെ, ഇതാ നമുക്ക് സ്വർഗീയത്തിലേക്കിരിക്കുന്ന ഇതിൽ പങ്കുകൊള്ളുന്ന നമ്മെ ദൈവമേക്കുമായി തന്റെ രാജ്യത്തിന് അവകാശങ്ങളാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ഉചിതവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ സ്ഥിതിയും കൃതജ്ഞതയും സമർപ്പിക്കണം. ഭവനീയമായ ഈ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞങ്ങൾ സ്വീകരിച്ച ഈ കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, വിലയേറിയ തിരുരക്തത്താൽ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ ലോകവസ്തുവിൽ അകറ്റുകയും വിശുദ്ധമായി കാക്കുകയും ചെയ്യണമേ. ഈ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങൾ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ പരസമർത്ഥങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ യുദ്ധത്തിൽ അവരുടെ ആനന്ദമാശ്വാസവും അവരുടെ സൗഭാഗ്യത്തിൻ്റെ ഭാഗമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ,